നമ്മുടെ നാരങ്ങ പോലെ തന്നെ ഇരിക്കുന്ന ഓറഞ്ച്, അത് നല്ല രസമാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകും ഇപ്പോൾ. അപ്പോൾ പല സ്ഥലങ്ങളിലും നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, പല വീടുകളിലും നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് അതിൻ്റെ ഉപയോഗങ്ങളൊന്നും അറിയില്ല പലർക്കും. അപ്പോൾ ഒരാൾ ഇതുപോലെ എൻ്റെ ഒരു അയൽവക്കക്കാരനാണ് പറഞ്ഞു തന്നത്, ഇത് വെച്ചിട്ട് നല്ല ഉഗ്രൻ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തു. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. നാട്ടിൽ അത്ര സുപരിചിതമല്ലാത്ത കലാമാൻസി എന്നാണ് ഈ ഒരു കുഞ്ഞു നാരങ്ങ ഓറഞ്ചിന്റെ പേര്. കലാമാൻസി ഫിലിപ്പീൻസ് ആണ് ഇതിന്റെ ഒറിജിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്കൊക്കെ എത്തിയതാണ്. ഇപ്പോഴത്തെ നേഴ്സറികളിലൊക്കെ കിട്ടും കേട്ടോ ഇത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ജ്യൂസ്. നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ ജ്യൂസിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട, ഓൾ എന്ന ഓപ്ഷൻ. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. യെസ്, അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഈ കാണുന്ന ഫ്രൂട്ടിനെയാണ് കലാമാൻസി അല്ലെങ്കിൽ ഫിലിപ്പൈൻ ലൈം എന്ന് പറയുന്നത്. ഫിലിപ്പീൻ നാരങ്ങ, ഫിലിപ്പീൻ നാരങ്ങ എന്ന് തന്നെ നമുക്കും പേരിടാം അല്ലേ. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മളുടെ നേഴ്സറികളിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1.5 അടി പൊക്കമാകുന്ന ഈ ഒരു ചെടിയിലാണ് കുഞ്ഞ് നാരങ്ങ പോലത്തെ ഓറഞ്ച് ഉണ്ടാകുന്നത്. കണ്ടാൽ നല്ല പച്ച നാരങ്ങ പോലെ തോന്നുമെങ്കിലും ഇത് ശരിക്കും ഓറഞ്ചിൻ്റെ ഒരു വകഭേദമാണ് കേട്ടോ. ചെറിയൊരു മധുരം ചെറിയൊരു പുളിയും കൂടെ ഉള്ള ഒരു കുഞ്ഞ് ഓറഞ്ചാണിത്. അതായത് ഇതിൻ്റെ അല്ലിയൊക്കെ ഇങ്ങനെ പൊളിച്ച് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും തന്നെ അറിയാൻ പറ്റും ചെറിയൊരു ഓറഞ്ച് പോലെ തന്നെയാണിത്. ഈ ഫിലിപ്പീൻ നാരങ്ങ കൂടുതലായിട്ട് കണ്ടുവരുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ചൈന, തായ്വാൻ, പിന്നെ ഫിലിപ്പീൻ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. നമ്മുടെ നാട്ടിൽ പലരുടെയും വീടുകളിൽ ഞാനിത് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആരും ഇതിൻ്റെ ഒരു ഉപയോഗം പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ഇതിൻ്റെ ഒരു ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞ് കുറച്ച് കൊണ്ടു തന്നത്. ജ്യൂസ് വെക്കാനൊക്കെ കിടിലൻ സാധനമാണെന്നും പറഞ്ഞിട്ട് രജിനാണ്, ഞങ്ങളുടെ വീടിനടുത്തുള്ള രജിനാണ് ഇത് കൊണ്ടു തന്നത്. അവരുടെ വീട്ടിൽ നിൽക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അവരുടെ വീട്ടിൽ നിൽക്കുന്ന നാരങ്ങയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്, ഇത് വെച്ചിട്ടൊന്ന് ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കുമെന്നും പറഞ്ഞ് കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ട്രൈ ചെയ്തത് ഇന്നത്തെ ജ്യൂസ്. ഈ ഫിലിപ്പീൻ നാരങ്ങ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഇത് വിവിധ ഭക്ഷണങ്ങളിൽ ഉൾപ്പെടുത്താം. ജ്യൂസ് മാത്രമല്ല, അതുപോലെ പ്രിസർവേറ്റീവ് ഉണ്ടാക്കാനായിട്ട് ബിവറേജസിൻ്റെ കൂടെ എല്ലാം തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഫിലിപ്പീൻ നാരങ്ങ. മലേഷ്യൻ, ഇന്തോനേഷ്യൻ അടുക്കളകളിലെ പ്രധാന ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണിത്. പുളിയും ചെറിയ മധുരമുള്ള ഈ ഒരു ഫിലിപ്പീൻ നാരങ്ങയിൽ ഹൈ വിറ്റാമിൻ സി ആണുള്ളത്. ഫിലിപ്പീൻ അടുക്കളയിൽ ഫിഷ്, അതുപോലെ തന്നെ പോർക്ക് ഇതെല്ലാം മാരിനേറ്റ് ചെയ്ത് വെക്കാനായിട്ടും ഈ ഫിലിപ്പീൻ നാരങ്ങ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫിലിപ്പീൻ നാരങ്ങ വെച്ചിട്ട് ഞാനൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്കിത് വെച്ചിട്ട് എന്തെങ്കിലും ബിവറേജസിൻ്റെ ഒക്കെ കൂടെ ഉണ്ടാക്കി നോക്കാം, അല്ലെങ്കിൽ സോഡ വെച്ചിട്ട് ഉള്ള ജ്യൂസും എല്ലാം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു ജ്യൂസാണ് കാണിക്കുന്നത്. ഈ ഫിലിപ്പീൻ നാരങ്ങയുടെ തൊലി കളഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കാണുന്നത് ഒരു കുഞ്ഞു ഓറഞ്ചാണ്. ആ ഒരു ചെറിയ മധുരവും പുളിയും എല്ലാം ഇതിനുണ്ട്. അപ്പോൾ ഇത് തൊലി കളയാതെ തന്നെയാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കാനായിട്ട് പോകുന്നത്. ശരിക്കും ഞാൻ ഇത് നിങ്ങളെ ഒന്ന് പൊളിച്ച് കാണിച്ചു തന്നതാണ്. പക്ഷേ ഇത് തൊലി കളയേണ്ട ആവശ്യമില്ല, നമുക്ക് തൊലിയോട് കൂടി തന്നെ ജ്യൂസ് അടിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതൊന്ന് രണ്ടായിട്ട് പൊളിച്ച് നമുക്ക് അതിൻ്റെ കുരു എല്ലാം ഒന്ന് കളയാം. അതിനുശേഷം നമുക്ക് ജ്യൂസ് അടിക്കാം. ഈ ഫിലിപ്പീൻ നാരങ്ങയുടെ കുരു കളഞ്ഞില്ല എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും കുരു കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയൊരു ചവർപ്പുണ്ട്, അപ്പോൾ അത് മാറിക്കിട്ടും. അപ്പോൾ നമുക്ക് കുരു കളഞ്ഞ ശേഷം നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇനി ഇത് നല്ലതുപോലെ നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പശപ്പുണ്ട് കേട്ടോ ഇതിന്, അത് കുഴപ്പമില്ല. നമുക്ക് ഇനി ഈ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു ബൗളിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം. പഞ്ചസാര ഞാനിവിടെ കുറച്ച് കൂടുതലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പഞ്ചസാര ഉണ്ടെങ്കിലല്ലേ നല്ല മധുരം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് വെള്ളം ചേർക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം സോഡ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇനി ബൗളിലേക്ക് നമുക്കിത് അരിച്ചൊഴിക്കാം. ചിലർ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. വോഡ്ക്കയൊക്കെ വെച്ച് മിക്സ് ചെയ്ത് അടിക്കുന്നവരും ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് സാധാ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്, എന്നാൽ പോലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം ചെറിയൊരു പിച്ചിട് പോലെ നമുക്ക് കിട്ടും. അപ്പോൾ പിച്ചിട് കളഞ്ഞതിന് ശേഷം നമുക്ക് മധുരം ഉണ്ടോ എന്ന് നോക്കാം ഈ ജ്യൂസിൽ. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. ഞാനിവിടെ ഐസ് ക്യൂബ് ഇല്ലാതെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഐസ് ക്യൂബ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സോഡ ആഡ് ചെയ്യാം, ബിവറേജസ് ആഡ് ചെയ്യാം. അങ്ങനെ നിങ്ങളുടെ സ്റ്റൈലിന് എടുത്ത് നോക്കിക്കോളൂ. എന്തായാലും ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ഇനി വിട്ട് കളയേണ്ട, ഫിലിപ്പീൻ ലൈം വാങ്ങിക്കോളൂ. വീട്ടിൽ വളരെ സാധാരണ ക്ലൈമറ്റിൽ തന്നെ ഇത് പിടിക്കും. നമ്മുടെ നാടുകളിലൊക്കെ പലരുടെയും വീടുകളിലുണ്ട്. അപ്പോൾ ഇനി കളയേണ്ട, ഇതുപോലെ ഒന്ന് ജ്യൂസ് അടിച്ച് നോക്കിക്കോളൂ. നല്ല കിടിലൻ ജ്യൂസാണ്, നല്ല ടേസ്റ്റാണ്, നല്ല കളറുമാണ്.
ഇതിൻ്റെതായി ഇങ്ങനത്തെ പച്ചയും അതുപോലെ തന്നെ കുറച്ചും കൂടെ പഴുത്ത് കഴിഞ്ഞാലും എല്ലാം നല്ലതാണ് കേട്ടോ. നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ ആ കുഞ്ഞു മരത്തിൽ നിന്ന് താഴെ വീഴും. അതും നമുക്ക് പെറുക്കിയെടുത്ത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം. മരത്തിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ ചീത്തയായി പോകും. അതുകൊണ്ട് നമ്മൾ അപ്പോൾ തന്നെ ജ്യൂസ് അടിച്ച് കുടിക്കുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ നമ്മുടെ കേരളത്തിലെ പല നഴ്സറികളിലും ഈ ഫിലിപ്പൈൻ ലൈം അവൈലബിൾ ആണ്. അപ്പോൾ ഫിലിപ്പൈൻ നാരങ്ങ കാണുമ്പോൾ വാങ്ങിക്കോളൂ. വീടിൻ്റെ മുറ്റത്ത് വെക്കാം. അതുമാത്രമല്ല നമുക്ക് ചട്ടിയിലും വേണമെങ്കിൽ ഇത് വളർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കും വേണമെങ്കിൽ വാങ്ങി അവനവൻ്റെ ഫ്ലാറ്റിൽ വെക്കുകയാണെങ്കിൽ നാരങ്ങ പുറത്ത് പോയി വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ കുക്കിംഗ് ആവശ്യങ്ങൾക്ക് മാരിനേറ്റ് ചെയ്യാനും നാരങ്ങ വെള്ളം പോലെ നല്ല അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാനും എല്ലാം ഈ ഫിലിപ്പൈൻ ലൈം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതിൻ്റെ കൂടെ പുതിനയിലയോ അങ്ങനത്തെ ഒന്നും ചേർക്കണ്ട കേട്ടോ. കാരണം ഇതിന് ഓൾറെഡി ആ ഒരു പുതിനയുടെയൊക്കെ പോലത്തെ ഒരു നല്ലൊരു പ്രത്യേക സ്മെല്ലും ഉണ്ട്. ആ ഒരു പുതിനയുടെ പോലത്തെ ഒരു ചെറിയൊരു ഗ്യാസ് അങ്ങനത്തെ ഒരു സംഭവം കൂടെ ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സ്ട്രാ നമ്മൾ പുതിന ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും ജ്യൂസ് ഇഷ്ടമായാലോ? നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല ഒറിജിനൽ കളറിലുള്ള നല്ല ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടാൽ വിടണ്ട, ഒരു തൈ വാങ്ങി വീട്ടിൽ നട്ടു വെച്ചോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ? ഈ ഒരു ചെടിയുടെ പേരും അതിൻ്റെ കായും അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എല്ലാം മനസ്സിലായാലും നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കി നോക്കട്ടെ. നാരങ്ങ ജ്യൂസിൻ്റെ വേറൊരു ടേസ്റ്റ് ആണെന്ന് മാത്രമേ ഇതിന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. വീണ്ടും നല്ല കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതായിരിക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.